ഇപ്പൊ എന്താണ് അവ തെറ്റിരിക്കണ് കൊറേ നേരമായി തെറ്റിരിക്കണ് ഇപ്പൊ എന്താ തെറ്റിരിക്കണേ? എന്റെ മൂത്ത മോള് നിശക്കുട്ടി എന്നുണ്ടായിരുന്നു. ഷെഹറു നിഷ എന്നാണ്. നിശക്കുട്ടി പോയി. ഓള് പോയത് 1-ാം തീയതി 1/8/2025 പോയി. ഇപ്പൊ അവന്റെ മൂന്നാമത്തെ മോളുണ്ട് ഹന്നക്കുട്ടി. അപ്പൊ അവളിപ്പോ സ്കൂളിൽ പോവാണ്. സ്കൂളിൽ പോകുമ്പോ ഇപ്പൊ ഞാൻ സ്കൂളിൽ പോകേണ്ട സമയമായിട്ടാണ്. അപ്പൊ ആ ഒരു പ്രശ്നത്തില് ഇപ്പൊ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു 10 ദിവസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് എന്റെ മക്കളൊന്ന് വിട്ട് പിരിഞ്ഞിട്ട് പ്രവാസി ലോകത്തേക്കൊരു യാത്ര. എന്റെ കുട്ടി ഇതാപ്പോൾ ഇപ്പൊ ഓളെ വീഡിയോ നിർത്തിത്തരാം. ഓക്കെ, സ്കൂളിൽ പോവാണ്. എന്ത് തലാച്ചിക്കുന്നില്ല. ഒന്നിക്കലും കരയാ, ഒന്നിക്കൽ ഓള് യാത്ര ഓള് സ്കൂളിൽ പോവാണ്. ഇപ്പൊ പോവാണ് ഇട്ടാറിന്. ഇതിന്റെ അനിയനാണ്. നമ്മളെ അനിയനാണ്. പാവാണ്. നല്ലൊരു സ്വഭാവം. എനിക്ക് അച്ചേട്ടൻ്റെ പോലെ വിരലിട്ടൊക്കെ അടിക്കുക. നല്ലൊരു മനുഷ്യനാണ്. ഇതിൻ്റെ അനിയനാണ് അക്ബർ അലി. കണ്ടില്ലേ? ഞങ്ങൾ ഏട്ടനും അഞ്ചേനും കൂടി തുടങ്ങിയ ബിസിനസ് അത് ഉണ്ടാക്കാണ്. പറയുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ. എല്ലാവരും പറയണ്ട എൻ്റെ അക്ബറൊന്ന് കാണാൻ ആഗ്രഹിച്ച് നടക്കുന്നുണ്ട്. ഇതേ പുല്ലിട്ടുന്ന കണ്ടില്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓനാ കൊണ്ടെടുക്കണേ. ഓന് ഓരോ സ്റ്റേറ്റിൽ ഓനിൻ്റെ മാതിരി എവിടെയെങ്കിലും ഒരു പറമ്പിൽ കണ്ട് പണിക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു വട്ടം ആ വീട്ടിൽ കണ്ട് ഏത് സ്റ്റേറ്റിലേക്ക് പോകാം ബസ്സും വണ്ടി വാഹനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒന്ന് പോണേൻ്റെ ഇടയിൽ മോള് പോയി. അച്ഛോ, ചെറിയ മോള് പോയി. അപ്പോൾ ഓനെ ഏത് സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാലും ഒരു വട്ടം വണ്ടി വരുന്നുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും വീട്ടിൽ പോകാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം എവിടെയെങ്കിലും പോയി പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവനെ വിളിച്ചിട്ട് തന്നെയാണ് ആ വീട്ടുകാർ പണിയെടുപ്പിക്കുക. കാരണം ഓനങ്ങനെ കൂടുതൽ പൈസ വാങ്ങണ പരിപാടിയൊന്നുമില്ല. ഒരു ചെറിയ ഓൻ്റെ മനസ്സിൽ നിന്നൊരു ശബ്ദം എന്ന് എവിടെ ചെന്നാലും ഓനെ എല്ലാവരും പറയും. പിന്നെ നല്ല അഭിപ്രായമാണ്. കാരണം ഒരാൾ 1800-2000 രൂപ പറയുമ്പോൾ ഓനായിക്കൂടെ ഒരു 100 രൂപ കുറച്ചിട്ട് അങ്ങനത്തെ എല്ലാ സ്ഥലത്തും. പിന്നെ ഇപ്പം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും പറയും, നിങ്ങൾ കേൾക്കില്ല അറിയില്ല, ശനിയാഴ്ചക്കത്തെ വീഡിയോ ആണ്. ഇപ്പം എന്നോട് പറഞ്ഞ് മാനാക്ക പള്ളിക്കൽ പുല്ലെട്ടാൻ പോകണം. ഇപ്പോഴും നല്ല കൊല്ലൊരുപാടായി. ഇതൊക്കെ ഉള്ള സംഭവം കേട്ടോ. പള്ളിക്കൽ പുല്ലെട്ടാൻ പോകുമ്പോൾ ആ കബറിങ്ങിൻ്റെ അടുത്ത് പുല്ല് വെട്ടുമ്പോൾ അറിയാതെ എൻ്റെ കാലൊക്കെ വന്ന് തട്ടുമ്പോൾ എന്താ മാനാക്ക ചെയ്യുക, അതുകൊണ്ട് വല്ല പ്രശ്നം വരുമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. അവസാനം ഓൻ തിരഞ്ഞെടുത്തത് ഇന്നെയാണ്. അപ്പോൾ എനിക്ക് ഓൻ ബോംബെക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മാനൊക്കെ ഇങ്ങനെ പള്ളിക്കൽ അവിടെ ഓരോ ആൾക്കാർ സിയാർത്ത് ചെയ്യാൻ അവരെ മക്കളെ ഉപ്പാൻ്റെ കബറിങ്ങ സിയാർത്ത് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് അവിടെ പുല്ല് കെട്ടുമ്പോൾ ഇങ്ങനെ അറിയാതെ കാലൊക്കെ തട്ടും, അതുകൊണ്ട് വല്ല പ്രശ്നം വരുമോ, അതുകൊണ്ട് അവർക്ക് ഉള്ളിലൊരു ഭയപ്പാടുണ്ട്. എന്താ ഓൻ ഇവിടെ തക്കണം, ഓൻ പ്രായത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഓൻ ജ്യേഷ്ഠനോട് പറഞ്ഞപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു, എടാ നിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് നീ ഇറങ്ങി പുറപ്പെടുകയാണ്. അതുകൊണ്ട് നിനക്ക് ഏത് പള്ളീൻ്റെ ഏത് കവറിങ്ങിൻ്റെ മുകളിലും നീ അറിയാതെ ചവിട്ടിയാൽ ഒന്നും അവിടെ സംഭവിക്കില്ല. അവിടെ നെയ്യത്ത് വെച്ച് സലാം പറഞ്ഞിട്ട് അവിടെ പറയാം, ഞാനിങ്ങനെ പള്ളീൻ്റെ ചുറ്റുഭാഗം കാട് പിടിച്ച് കിടക്കുന്ന ഇതാണ്. ഓരോ വെള്ളിയാഴ്ച ഓരോ മനുഷ്യനും ഓരോ മക്കളും ഇവിടെ കവറിങ് ഉമ്മാൻ്റെ കവറിങ്ങിലും മക്കളെ കവറിങ്ങിലൊക്കെ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് കകട കുട്ടി ഒന്നും സംഭവിക്കില്ല. ഒരു സലാം ചൊല്ലി ഒരു പറ്റുമെങ്കിൽ ഫാത്തിഹ സൂറത്ത് എന്തെങ്കിലും ഓതിയിട്ട് ആ പള്ളിയിൽ കണ്ട് കടന്നു. നീ എന്ത് ചവിട്ടിയാലും നിൻ്റെ പണിക്കാർ ചവിട്ടിയാലും അവിടെ നിനക്കും നിൻ്റെ പണിക്കാരനും ഒന്നും സംഭവിക്കില്ല. നീ അത് നിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് നീ അത് ചെയ്യണം. എത്രയോ ആൾക്കാർക്ക് സിയാർത്ത് ചെയ്യാൻ വേണ്ടി വരാനുള്ളൊരു സൗകര്യം നീ ഒരുക്കി കൊടുക്കണം. അതിൽ നിന്നിട്ട് നിനക്ക് സ്വർഗ്ഗമേ കിട്ടുള്ളൂ, നിനക്ക് എന്തായാലും പ്രഭു തരൂല. അവിടേക്കാളെ ഒട്ടിച്ച് കണ്ണടച്ച് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓനക്കൊരു ധൈര്യം കൊടുത്തപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് ഓന്. അപ്പോൾ ഏത് പള്ളിൻ്റെ അകത്തേക്കും പള്ളിക്കാട്ടിലേക്കും ഇവൻ പോയിട്ടാണ് ഇവനും പിന്നെ പണിക്കാരും പോയിട്ട് ഇല്ല ഇതുള്ളതല്ല അക്ബറേ, ഒരു തമാശ അല്ല ഇജ്ജ് പറഞ്ഞില്ലേ? ആ അപ്പം അല്ലേ? അപ്പം നമ്മളത് ഇനി ഫ്രണ്ട് ക്യാമറയിൽ കൂടെ ഞാൻ പറയാം. ഓമരെ കൂടുതൽ പാട്ട് പാടല്ലേ, നിങ്ങൾക്ക് പണീൻ്റെ തിരക്കാണ്. എനിക്ക് പിന്നെ ഇജ്ജ് ബോംബെന്ന് വന്നത്, എനിക്ക് പിന്നെ പണിയൊന്നും ഉണ്ടാവില്ല. ഇജ്ജ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പറഞ്ഞു കൊടുന്ന്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു, അങ്ങനെ ഓൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇജ്ജ് പോയിക്കോ, ഒന്നും കൊണ്ട് പേടിക്കണ്ട, നിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് അതെല്ലാവർക്കും ചെയ്യട്ടാ. അത് ഓനിക്കുന്നല്ല, നിങ്ങൾ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളി. പക്ഷേ നിങ്ങളെ മനസ്സ് നിങ്ങൾ ഹൃദയം നന്നാക്കി വെച്ചിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി തൊട്ടോളി. നിങ്ങൾ ആ തൊട്ടിടത്തൊക്കെ അവിടെ എല്ലാം നല്ല കാര്യങ്ങളുണ്ടാവുള്ളൂ. നേരെ മറിച്ച്
ആ ജോലിയുടെ ഭാഗം ഇല്ലാത്തവൻ പോയിട്ട് പള്ളിക്കാട്ടിൽ പോയിട്ട് അവിടെ ഇവിടെ പോയി ചോട്ടിയിട്ട് കബറിങ്ങ പോയി ചോട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരാളെ നെഞ്ഞത്തേക്ക് ചോട്ടുന്ന മാതിരിയാണ്. നിങ്ങൾ ജോലിയുടെ പണി ഇപ്പോൾ കൃഷിപ്പണി ചെയ്യണേ, കൃഷിപ്പണി ചെയ്യുമ്പോൾ പാടത്ത് നെല്ലും കതിരൊക്കെ ഉണ്ടാവും, അയിമ ചോട്ട. അത് നിങ്ങളെ ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ എത്ര പണിക്കാരുണ്ടോ അത്ര പേര് ചോട്ടിക്കോളി. വണ്ടിയിൽ ലോറിയിൽ നിങ്ങൾ അരിച്ചാക്ക് കൊണ്ടിരുന്നേ അരിയുടെ മീത നിങ്ങൾ ചോട്ടിക്കോളി. എങ്ങനെ ചോട്ടിക്കോളി നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. ഞാനായി പറഞ്ഞത് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. കാരണം അത് നിങ്ങളെ ജോലിയുടെ പറയും. കാരണം നിങ്ങൾ ഒരാളെ കൊണ്ട് നിങ്ങൾ 1000 ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരാണ്. അതിനൊന്നും പടച്ചോ ഒരിക്കലും നിങ്ങളെ നരകത്തിൽ കൊണ്ടിടുക ഒന്നും സംഭവിക്കില്ല. ഇത്രയും ഞാൻ ഇന്നത്തെ ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. കൂടുതൽ നീട്ടിക്കൊണ്ടായാൽ എല്ലാവർക്കും ഒരു വെറുപ്പുണ്ടാവും. എന്തൊരു ജോലിയുടെ ഭാഗമായിട്ടും അവൻ്റെ പണിക്കാരൻ വന്ന് കൈസേ ठीक है ना। अकबर ये मेरा नाम मेरे इंडिया अनियन पेर अकबर भाई कैसा है? अच्छा इंसान है ना? बहुत अच्छा इंसान है। एकदम मस्त है ना? बगार बिगार देते कि नहीं? हाँ देता है पगार, लेकिन ये सही बोलो अच्छा आदमी है, लेकिन वो कभी कभी गलत करता है। हमको ये गाड़ी दे दो जाएगा आने के लिए बस बाइक खरीद के नहीं देता है स्कूटी। अड़ा അത് ചെയ്തു കൊടുക്കടാ. പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടാ, എൻ്റെ അനിയണ്ടല്ല എനിക്ക് വേണ്ടി എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും. കൈസാബ് ഇതാ രണ്ടാമത്തെ പണിക്കാർ എൻ്റെ അനിയൻ ഇവിടെ നിന്നിട്ട് പാടത്തും പറമ്പിലും പണിയെടുക്കാണ്. ഇവിടെ കൊളാക്കല്ലേ എന്നെ ഭയങ്കര പേടിയോ എനിക്ക്. എന്നോട് പറയും ഇജ്ജും ഉണ്ടായിരുന്നെന്ന്. എൻ്റെ നാവുകൊണ്ടൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ്റെ, ഇവൻ്റെ പേര് അക്ബർ എന്നാണ്. പിന്നെ എൻ്റെ ഏറ്റവും ആദ്യത്തെ കുഞ്ഞുട്ടിയാണ്, രണ്ടാമത്തെ അനിയൻ, മൂന്നാമത്തേത് നൗഷാദ്, നാലാമത്തത് ഇപ്പം ഏറ്റവും ചെറുതാണ് ഈ അക്ബർ. പക്ഷേ എൻ്റെ കൂടെ ഒരുപാട് വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബോംബെയിൽ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ബോംബെത്തെ എല്ലാ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ഞാൻ ഓനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ബോംബെ നാട്ടിലേക്ക് വരവ്. അപ്പോൾ ഇനി ഇത് കുറച്ച് നീണ്ടു പോകും. അപ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ അവിടെ 2 വണ്ടി ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ കുറേ തെങ്ങും തോട്ടങ്ങളും പറമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് വർഷമായിട്ട് ഞാൻ 38 കൊല്ലത്തോളമായി. ഇപ്പോൾ 48 വയസ്സായില്ലേ, 9 വയസ്സിൽ ഇവിടുന്ന് പോയതാണ്. അപ്പോൾ ഓനെ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തി പോലെ എല്ലാ കാര്യങ്ങളും ഓൻ ചെയ്യും, പണിക്കാരെ കൊണ്ടുപോയിട്ടും. പക്ഷെ ഇപ്പോൾ തെങ്ങേറെ ആളെ കിട്ടാതായിട്ടും വിട്ടൊക്കെ ലാസ്റ്റ് ഇപ്പോൾ ഇവിടെ ഇപ്പം ഉമ്മാൻ്റെ അടുത്ത് ആളില്ലാത്ത കാരണം ഓനെ ഇവിടെ ആക്കി. പക്ഷെ എന്തിനും കൂടെ നിൽക്കും. അതേപോലെ നിൽക്കണം ഈ അനിയന്മാരും ജ്യേഷ്ഠന്മാരും എന്ന് പറഞ്ഞാൽ ഒറ്റ കൈയായിട്ട് നിൽക്കണം, കൂടപ്പുറപ്പിനെ പോലെ കാണണം. അല്ലാതെ അവർ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് വേദനിപ്പിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു മനസ്സിൽ വേദന തട്ടി നിൽക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയിപ്പോൾ ഞാൻ തന്നെ ചിലപ്പം ദേഷ്യം പിടിച്ച് ഞാൻ പറയും. ഞാൻ വായിച്ചിട്ടൊന്നും അനിയനിക്ക് അത് ഹൃദയത്തിൽ കറായിട്ടൊന്നും ഓൻ കാണില്ല. ഓനെന്നല്ല 3 അനിയന്മാരും അവർക്കറിയാം എൻ്റെ വിഷമം വരുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഏത് വാപ്പാനോട് മുഖത്തോക്കി പറയണം, അതാ പറഞ്ഞതിനുള്ളൂ. അല്ലാതെ എനിക്ക് അവരോട് ഒരു കറ ഓൻ്റെ മക്കളോട് ഓൻ്റെ കുട്ടികളോട് അത് ഏത് വാപ്പാൻ്റെ മുഖത്തൊക്കെയും പറയുന്ന ഒരാളാണ് ഞാൻ. തെറ്റ് ചെയ്താൽ അത് ചെയ്തെങ്കിൽ അപ്പം പറയണം. അത് മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുക. എന്നിട്ട് അത് കുറച്ചുണ്ടാവുള്ളൂ. പിന്നെ കൂട്ടി കൊണ്ടുവരിക. അതിൻ്റെ ഇടയിൽ പെണ്ണുങ്ങളൊരു ഭാഗമായിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞു തരും, മറ്റുള്ളവർ ഇതൊക്കെ പറഞ്ഞിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടമാനം സ്റ്റോറേജ് ആക്കാൻ പാടില്ല. ആ കുടുംബം പിന്നെയും തെറ്റി പിരിഞ്ഞ് നടക്കും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയും. മുഖത്ത് നോക്കിയിട്ട് എപ്പോഴും പറയുന്നുണ്ട്, മുഖത്ത് നോക്കി അടിച്ചു വിടുക, ഒന്നും സംഭവിക്കില്ല. അത് ഓൻ്റെ മനസ്സിലുണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഓനും പറയണം. അതിനാണ് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത്. നിങ്ങളായിട്ട് കൊടുത്തോളി, തോക്കൊണ്ടിട്ട് ചൂണ്ടണം പോലെ അവിടെ ചൂണ്ടിക്കോളി. അത് അപ്പോൾ ഓനിങ്ങോട്ട് എടുക്കും. നമ്മളടുത്ത് കഴിഞ്ഞു പോയതും നമ്മളടുത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നത്, എന്തെങ്കിലുമൊക്കെ എൻ്റെ കുടുംബത്തിൽ അതൊക്കെ ഓൻ്റെ അടുത്ത് ഉണ്ടാവും. ഓൻ സ്റ്റോറേജ് വെച്ചിട്ടുണ്ടാവും. കാരണം പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൂടെ അത് ഓനിട്ട് വരട്ടെ. അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവസാനം കൈ കൊടുക്കുക. ആ പ്രശ്നം അവിടെ കൊണ്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ നാളെ നന്നാവുള്ള പരിപാടി ഉണ്ടാവും. ഞാൻ അതിൻ്റെ ആളാണ്. ഞാൻ പണ്ടിട്ടുണ്ട്, എല്ലാവരും പണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറയാൻ നിന്നാൽ അങ്ങനെ എൻ്റെ അനിയന് യാക്കോൻ്റെ പേര് അക്ബർ എന്നാണ്. പക്ഷെ എൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് പോലും എൻ്റെ കൂടെ നിന്നിട്ട് പാവം എല്ലാം നല്ല ഭംഗി പോലെ ചെയ്തു തന്നതാണ്. അതായിരിക്കണം കൂടപ്പറപ്പെന്ന് പറയുമ്പോൾ. കാരണം എൻ്റെ കല്യാണത്തിന് പലയിടത്തും കല്യാണം നല്ല വമ്പിച്ച മനോഹരമായിട്ട് നല്ല അടിപൊളി വലിയ കല്യാണം ആക്കാൻ വേണ്ടി നടന്നപ്പോൾ എൻ്റെ മൂത്താപ്പ മരിച്ച് അങ്ങനെ ചില മാനസികമായ പ്രശ്നങ്ങളൊക്കെ വന്ന്. അപ്പോൾ കാരണം കല്യാണം വമ്പില ഗാനമേളവും
എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. അതിനൊക്കെ ആൾക്കാരെ ഏർപ്പാടാക്കി വെമ്പിച്ച കല്യാണം ആക്കാൻ മാറ്റി നിൽക്കുമ്പോഴത്തേനാണ് മൂത്താപ്പയുടെ മരണം. അതുകൊണ്ട് എൻ്റെ മരുവൻ്റെ ഉപ്പ ചെറുതായിട്ട് സുഖമില്ലാതായി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ആ കല്യാണം അവിടെ ചുരുക്കി. അല്ലെങ്കിൽ കല്യാണമൊക്കെ നല്ല ഉഷാറാക്കി കഴിക്കാനുള്ള പരിപാടിയാണ്. ഓൻ്റെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ആഗ്രഹമല്ല. എൻ്റെ അനിയൻ പറഞ്ഞു എനിക്ക് ഈ കല്യാണം മാനാക്കാടെ മോളെ കല്യാണം അതിൻ്റെ ഓൻ്റെ കുട്ടീനെ ആയിട്ടല്ല വരിക. എൻ്റെ കുട്ടിയുടെ കല്യാണം നല്ല മാനാക്ക എന്ത് പറയാനും ശരി ഞാൻ കല്യാണം വെമ്പിച്ച കല്യാണം ആക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ആയിക്കോട്ടെ എൻ്റെ ഇഷ്ടം പറയാം. അപ്പോൾ ഓനക്കത് വിട്ടുകൊടുത്ത്. അപ്പോൾ അങ്ങനെ വേണം ജ്യേഷ്ഠൻ അഞ്ചന്മാരെന്ന് പറഞ്ഞാൽ ഈ ചില്ലറൊക്കെ കറിയും പകയും സ്വത്തിൻ്റെ മീതെ അതൊന്നും ചെയ്യരുതിട്ടാ. ഇവിടെ കാണിക്കണം, നാളെ അവിടെയും കാണിക്കണം. അവിടെ ചെന്നാലും വേണം ആ തുലാസിൻ്റെ തൂക്കണ്ടല്ലോ അത് കറക്റ്റാക്കിക്കണം. അവിടെ ഇങ്ങനെ ആയ ആകെ പുറത്തം വിട്ട് നിസ്കരിച്ചതും ഇബാദത്തെടുത്തതും തക്ബീർ ചൊല്ലിയതൊക്കെ വെറുതെ എല്ലാവരോടും പറയണ്ട്. അപ്പോൾ എൻ്റെ അനിയനെ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് ഓൻ ബോംബെ വന്നിട്ട് എൻ്റെ അടുത്ത് പഠിച്ചതാണ് എല്ലാ കാര്യം. കാരണം ഞാൻ ഓരോ ഓഫീസറുടെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ സാറുമാരായിട്ട് സംസാരിക്കുന്നതും ആ സാറുമാർ എത്രമാത്രം എന്നെ ഇഷ്ടപ്പെടണമെന്നും എന്നെ ഇരുത്തുന്നതും ഇതേമാതിരി കസാല ഇരുത്തണമല്ല. ഞാൻ ഒരു പാവപ്പെട്ട ഒരാളാണ്, ജാതി കോലത്തിലാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ സാറുമാർ ആ വരുന്ന വലിയ ഉദ്യോഗസ്ഥന്മാർ അവരാണ് എന്നെ വളരെ ഇഷ്ടപ്പെട്ടിട്ട് എന്നെ സ്വീകരിക്കുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇന്നെ വേണ്ടാത്ത കമൻറ്റും കണ്ണിയും കണ്ടതൊക്കെ ഇത് ഒരാൾ തിരിഞ്ഞു നോക്കലില്ല. കാരണം നിങ്ങളെപ്പോലത്തെ ആൾക്കാർ, കാരണം ഇങ്ങനത്തെ പോലത്തെ ആൾക്കാർക്ക് അവരെ പോലത്തെ IPS നേടിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ നിങ്ങളെപ്പോലത്തെ വേണ്ടാത്ത ചിന്ത ഒന്നും അവർ ചിന്തിക്കില്ല. അവർ നല്ല കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മാതാപിതാക്കളെ നല്ലത് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അവർ നല്ല അറിവുകൾ നേടിയിട്ടാണ് അവർ നല്ല ഉന്നത വിജയത്തിലേക്ക് കിടക്കുന്നത്. അവരിട്ടൊക്കെ നമ്മൾ പോയിട്ട് ഒന്ന് ബന്ധപ്പെട്ടൊക്കെ നമ്മളെന്നെ കണ്ണിൽ നിന്ന് വെള്ളം നിറയും അവർ നമ്മളോട് കാണിക്കണ സ്നേഹം കണ്ടിട്ട്. എന്നാൽ ഇന്നെപ്പോലെ ആൾക്കാരായിട്ട് ഒന്ന് ബന്ധപ്പെട്ടൊക്കെ ഓൻ കുറ്റം പറഞ്ഞ് നടക്കാനോ ഓനക്ക് നേരം ഉണ്ടാവുള്ളൂ. ഓന് നമ്മളെ പറ്റി വേണ്ടാത്ത പറഞ്ഞുണ്ടാക്കണം. ഓൻ്റെ പഠിപ്പും ഇന്നെ പോലെയാണ്, ഓൻ്റെ അത്ര പഠിപ്പും കൂടി ഇക്കുണ്ടാവില്ല. അപ്പോൾ ഓനക്ക് കുറച്ചെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഓൻ നമ്മളെ വേണ്ടാത്തത് പറഞ്ഞ് ഇന്നത്തെ കാലം വളരെ മോശമാണ് പൊന്നാര മക്കളെ. മറ്റുള്ളവൻ്റെ പൈസ എങ്ങനെയൊക്കെ വാങ്ങി തിന്നാൻ പറ്റുമോ അതൊക്കെ നടക്കുന്ന കാലമാണ്. അപ്പോൾ എൻ്റെ അനിയൻ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു കണ്ണടച്ച് പോയിക്കട മുത്തേ എനിക്ക് ഞാനവിടെ പറഞ്ഞതാണ്. ആ ധൈര്യം കൊടുത്തപ്പോൾ ഇന്ന് എൻ്റെ കുട്ടി എൻ്റെ അനിയന് ഓനെ അനിയൻ കുട്ടികളല്ലോ എൻ്റെ തായല്ലേ. അന്ന് ഓന് ഈ മറവഞ്ചേരിയിലും പല സ്റ്റേറ്റിലിപ്പോൾ ഓനക്ക് പണി നല്ല രീതിയിൽ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ വീട്ടുകാർ, ആ കുടുംബത്തിലുള്ള വീട്ടുകാരുണ്ടല്ലോ, ചിലപ്പോൾ എന്താണ് അവരുടെ ഓരോ വീട്ടിലേക്ക് ചെന്നാൽ അവരെ ഭർത്താക്കന്മാർ, ആ സ്ത്രീയുടെ ഭർത്താക്കന്മാർ ഗൾഫിലാക്കാരും. അപ്പോൾ ഇവനോട് കയറി ചെന്നാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ മനസ്സിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും നടച്ചിട്ട് ഓളെ ഭർത്താവ് അടയില്ല, ഓളൊന്ന് പ്രേമിക്കാൻ പറ്റുമോ, ഓളോടൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് മധുരപലഹാരം പങ്കുവെക്കാൻ പറ്റുമോ, ഇങ്ങനെ കുറച്ച് ചിന്തിച്ചടക്കുന്ന ആൾക്കാരുണ്ട്. ഈ വേണ്ടാത്ത ചിന്ത അതൊക്കെ ഒഴിവാക്കണട്ടാ. നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ അവിടെ ആൺകുട്ടികളില്ലെങ്കിൽ അതൊരു പെങ്ങളെ പോലെ കാണുങ്ങൾ. അപ്പം നമ്മൾ ചിന്തിക്കുക നമ്മൾ ആദം നബിയുടെ മക്കളാണ്, അതിന് പെങ്ങന്മാർ കിട്ടണം. ഇപ്പം ഞങ്ങൾക്ക് 4 പെങ്ങന്മാരാണ്. എൻ്റെ വാപ്പാക്ക് 4 പെൺകുട്ടികളാണ്, അതിന് ശേഷം 4 ആൺകുട്ടികളാണ്. അപ്പം എനിക്ക് 4 പെങ്ങന്മാരെ തന്നപ്പോൾ എനിക്ക് കാണതൊക്കെ പെങ്ങന്മാരായിട്ടാണ് ഞാൻ കണക്കാക്കണേ. അത് പടച്ചോൻ തന്ന ഒരു റഹ്മത്താണ്. അപ്പം ഞാൻ മറ്റുള്ള ഏത് പെൺകുട്ടികളെ കാണുമ്പോഴും അതൊരു പെങ്ങളായിട്ട് തന്നെ കാണും. വേറെ വേണ്ടാത്തത് ചിന്തിച്ച ആ ചിന്ത തലേൻ്റെ ഉള്ളിക്കാട് കയറും. അത് കയറുമ്പോൾ നമ്മൾ വേണ്ടാത്ത പലതും നമ്മളെ ശരീരത്തിൽ കടന്നു വരും. അപ്പം വേണ്ടാത്തത് ചിന്തിക്കാൻ നിൽക്കണ്ട. 2 ചിന്ത ഉണ്ട്, ഒന്ന് വേണ്ടാത്തതുകൊണ്ട് ഒന്ന് നല്ല ചിന്ത ഉണ്ട്. അപ്പം നല്ല ചിന്തിക്കാൻ നോക്കുക. വേണ്ടാത്ത എന്തെങ്കിലും ചിന്ത വരുമ്പോൾ വേഗം അതിൽ നിന്ന് മാറി നിൽക്കുക. എന്നിട്ട് നല്ല ചിന്തകൾ ഇങ്ങനെ കൊടുത്തേക്കാണ്. അല്ലെങ്കിൽ എന്താ പറയുക, വേണ്ടാത്ത ചിന്തിച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ജനങ്ങളറിയും, ആകെ അടി നാണം, അപ്പോൾ തുണി തൂറിയ പോലെ ആവും. എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കണേ? അപ്പം എൻ്റെ അനിയന് ഏതൊരു വീട്ടിലേക്ക് കയറി ചെന്നാലും എടാ അക്ബറേ, എടാ തതറ കുട്ടി കഞ്ഞി കുടിച്ചാ, തതറ കുട്ടി ചായ കുടിച്ചാ, ഇവൻ ആരാ നീ പറയാൻ നിന്ന് കണ്ടമാനുണ്ടാവും. ഇവൻ ആരാന്ന് പോലും ഇവർക്ക് അറിയണില്ല. ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ. കാരണം ഇവന് ഞാൻ ഉള്ളത് പറയട്ടെ, അത് കുറേ നേരം ഉണ്ടാവും, നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഇവന് ഇതിൻ്റെ മാതിരി ചേറിൽ മുങ്ങിയിട്ട് മറ്റേ നിന്നിട്ട് ഇങ്ങനെ മിഷ്യൻ വെച്ചിട്ടൊക്കെ പൂട്ടുകയാണ്. അത് ആരെ കുട്ടിയാന്ന് പോലും അവർ അറിയണില്ല. അപ്പം ചോദിക്കുകയാണ്. അപ്പോൾ അവർ കൊലായ്മ അപ്പുറത്ത് പോയിട്ട് അവനക്ക് ചായയും ചോറും കൊടുക്കുകയാണ്. ഈ കുട്ടി പറയണില്ല ഞാൻ ആരെ കുട്ടിയാന്നുള്ളത്. അപ്പം അവർ ചോദിക്കണ്ട്, മോനെ
ഇത് ഇങ്ങനെ വർത്താനത്തിൻ്റെ ഇടയിൽ കൂടെ അല്ല നമ്മൾ ഓരോ സംസാരങ്ങളെ ഒരാളടുത്ത് ഇങ്ങനെ സംസാരത്തിൽ കൂടെ പൊന്തി വരിക. ഇവരോട് ചോദിച്ച് ഇത് ആരെ കുട്ടിയാന്ന് വെച്ച്, ഇതൊക്കെ ദായത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇവർക്ക് അറിയണില്ല. പോകാൻ പറഞ്ഞ് ഞാനിങ്ങനെ മൊയ്തീൻ ഹാജിൻ്റെ മകൻ്റെ കുട്ടി, അല്ല കരിയങ്ങാട്ടുകാർ കുഞ്ഞാലിയാജിൻ്റെ മകൻ്റെ കുട്ടിയാണെന്ന്. ഏത് മകൻ്റെ കുട്ടിയെന്ന് വെച്ച്, ബോംബെക്കാരൻ മൊയ്തീൻ ഹാജിയുടെ മകനാണെന്ന് പറഞ്ഞു. ഇത് കണ്ടോക്കുമ്പോൾ റബ്ബേ, ഇതൊക്കെ ഈ വീഡിയോയിൽ കൂടെ ആൾക്കാർ കാണുന്ന അവർക്ക് അറിയാം. എന്നോട് പറയും, എന്നോട് എല്ലാ കാര്യം തുറന്ന് പറയും. എന്നാൽ ഇവർക്ക് പേടിയാണ്. കാരണം ഞാൻ ഇവിടെ പറഞ്ഞാൽ ലോകത്തോട് വിളിച്ചു പറയും ചെയ്യും. എന്നാൽ എനിക്കും എൻ്റെ പെണ്ണുങ്ങൾക്കും അത് എന്തെങ്കിലുമൊക്കെ പറയാഞ്ഞാൽ അവർക്ക് ഉറക്കം കിട്ടൂല. അവർ കഴിയുന്നത്തോളം പിടിച്ച് കെട്ടാൻ നോക്കും. പക്ഷെ ഇവരെ മനസ്സിലിരിക്കണില്ല. അവർക്ക് എന്നോട് പറയണം. എന്നാൽ ഞാനാച്ചാലോ ലോകത്തോട് പറയും, അതും പേടി. അങ്ങനെ ഇവർ പറഞ്ഞ് മൊയ്തീൻഖാൻ്റെ മൊയ്തീൻ ഹാജിയുടെ മകനാന്ന് പറഞ്ഞപ്പോൾ കൊമ്പതിന് എൻ്റെ അഞ്ചന് അപ്പുറത്ത് ഇരുത്തിയിട്ട് കാക്ക, എൻ്റെ മോനാജി എന്ത് പണിയാടാ ഉണ്ണിയാജി ചെയ്യണത്, കാക്കയുടെ കുട്ടി ഇങ്ങോട്ട് വന്നാന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചിട്ട് ഈ ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ചായയും ചോറും കൊടുക്കുക. ഓൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം തടയും. ഓൻ പറഞ്ഞ് ആകെ മാനാക്ക എന്തെങ്ങളോട് പറയാ, ഞാനത് പറയേണ്ടത് പറയും ചെയ്ത് അവരെന്നെ പിടിച്ച് ഇജ്ജ് എന്ത് പണിയാണ് മോനെ ജി ചെയ്തത്, ഇജ്ജ് എങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടാ, ഇജ്ജ് പറയണ്ട ഞാൻ മൊയ്തീൻഖാൻ്റെ മോനാന്നുള്ളത്, ബോംബെക്കാരൻ മൊയ്തീൻഖാൻ്റെ മോനാന്നുള്ളത്, ഞങ്ങൾ കണ്ണി കണ്ട ആൾക്കാരാണെന്ന് വിചാരിച്ചിട്ടല്ല അന്ന ഞങ്ങൾ അവിടെ കൊണ്ടേ ഇരുത്തിയത്. എൻ്റെ ഈ കോലം ഇതൊക്കെ അവിടെ കണ്ടിട്ട് മനുഷ്യന്മാർ പല കോലത്തിലും വരും. അപ്പം നിങ്ങളത് മനുഷ്യനെ പറ്റി മനസ്സിലാക്കിയിട്ട് വേണം സ്നേഹിക്കാൻ. ഈ കാണുന്ന മനുഷ്യന്മാരൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ അറിയോ, നിങ്ങളടുത്ത് കുറച്ച് കഴിവുണ്ടാവും. അപ്പം മറ്റുള്ളവരെ തരാൻ താത്തുന്ന പരിപാടി. അവർ കഴിവുള്ളവനും നമ്മളെ കോലത്തിൽ നിൽക്കുന്നുണ്ടാവും. മനസ്സിലാക്കിക്കൊള്ളിട്ടാ. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പണക്കാരനായിട്ട് നടന്നാലേ നാളെ റബ്ബിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങൾ എത്ര ഇബാദത്തോളം, എത്ര നിസ്കരിച്ചോളം, എത്ര തെക്കിബീർ ചൊല്ലിയോളും ഒക്കെ വെറുതാവും. പടച്ചോ പറയണമെന്നില്ല. നമ്മൾ നേരാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരാവണോ, നമ്മൾ നന്നായി കാണണോ, നിങ്ങൾ നല്ലത് ചെയ്തിട്ടാണ് പോരി. അല്ലാതെ ഇന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് സ്വർഗം എനിക്കാ വേണ്ടത്. കാരണം ഞാൻ നല്ലവനായി മാറിയങ്ങളല്ല. അള്ളാഹ്ക്കിപ്പം ഞാൻ നല്ലവനായിട്ട് കടന്നു ചെല്ലേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. അള്ളാഹ്ക്ക് ഇഷ്ടംപോലെ ദിക്റും സലാത്തും കിട്ടാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പം ഞാൻ എന്താ പറയുക, എന്തൊക്കെ പറയണമെന്ന് എനിക്ക് അറിയില്ല. അതപ്പോൾ എൻ്റെ ശരീരത്തേക്ക് എന്തോ വരും, അത് അങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ അനിയനെ ഇന്നിപ്പോൾ പലയിടത്തും പല സ്റ്റേറ്റിലും അവനെ വിളിച്ചുകൊണ്ടിരിക്കണം വീട്ടുകാർ. എന്നിട്ട് വീട്ടുകാർ അവർ പറഞ്ഞാൽ അക്ബറ വന്നിക്കണേ, എന്നാൽ ഇനി ഒന്നും നോക്കണ്ട, ഒക്കെ ഓൻ കണ്ടറിഞ്ഞിട്ട് എല്ലാം പുല്ല് വെട്ടണതും ബിൽഡിങ്ങിൻ്റെ പണി കോൺക്രീറ്റ് പൊട്ടിക്കണതും എല്ലാ വർക്കും ഓൻ്റെ അടുത്തുണ്ട്. അതിനുള്ള മിഷനും സാധനങ്ങളൊക്കെ ലക്ഷങ്ങളോളം ചിലവാക്കിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓനാണ് വാടകയ്ക്ക് കൊണ്ടുപോകുന്നത്. കുറേ ആൾക്കാർ വാടകയ്ക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ കൊടുത്തു തരും ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയൊരു എമൗണ്ട് ഞാൻ ഇവിടെ ഇറക്കിക്കണേ. ഓൻ തന്നെ പറഞ്ഞത്, മാനാക്ക നമുക്ക് മിഷനും സാധനങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കണതും ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് കച്ചവടം ചെയ്തിട്ട് ഞങ്ങൾ 10-15 ലക്ഷം ഉറുപ്പ്യ ഞാൻ ഇവിടെ ഇറക്കി. ആൾക്കാർ വാടകയ്ക്ക് കൊണ്ടുപോയിട്ട് പിടിക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ വാടക ഇവിടെ കൊടുത്തു തരും. ഓനും കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഓനെ എല്ലായിടത്തും ഒരു അറിയപ്പെട്ട ഒരാളായി മാറി. പിന്നെ ഞാൻ മറവഞ്ചേരി എൻ്റെ കച്ചവടമുണ്ട്, ബോംബെ ടൂൾ സെൻ്റർ, അത് മദ്രസയിലുള്ളത്. അവിടെ കച്ചവടം നടക്കണില്ല, അവിടെ ഒന്നുമില്ല. കാരണം ഓന് വൈകുന്നേരം ആയിരവിസ്കാരം കഴിഞ്ഞിട്ട് പോയി കുറച്ച് നേരം പോയി തുറന്നിരിക്കും. കാരണം അവിടെ ഇരുന്നാലും ഓനക്ക് ഇപ്പോൾ ആകെ 300-400 ഉറുപ്പിക കിട്ടും. ഓനാച്ചാൽ ഒരു ദിവസം പോയി പണിയെടുക്കുക 1500-2000 ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 2-4 പണിക്കാരുണ്ട് ഓനിക്ക്. അപ്പോൾ ഓനും പണിയെടുക്കും. അപ്പോൾ ഓനക്ക് ആ പൈസയും കിട്ടും. പിന്നെ പണിക്കാരെ കൊണ്ടുപോയ ഓരോരുത്തരം ചെറിയൊരു കമ്മീഷൻ ഓനക്ക് അത് കിട്ടും. അങ്ങനെ 10-3000 ഓനക്ക് കിട്ടുന്നുണ്ട്. ഓൻ ഇവിടെ നിന്നിട്ടാണ് ഓന് നാട്ടിൽ സ്വന്തമായിട്ട് വീടൊക്കെ ഇതൊക്കെ കയറ്റിക്കണേ. ഓനക്ക് വീട് കയറ്റുന്ന ആവശ്യമില്ല, തറവാട് ഓനക്കുള്ളതാണ്. ഓനക്ക് പോകുമ്പോൾ എനിക്ക് തറവാട് വേണ്ട, ഞാൻ വേറെ വീട് കയറ്റിക്കൊള്ളാണ്ട് ഓൻ ചെറിയൊരു വീട് നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കിക്കണേ. ഒക്കെ ബോംബെയിൽ ഇവിടെ നിന്നിട്ട് അല്ല ഗൾഫിലേക്കൊന്നും ഓൻ പോയിട്ടില്ല, ഞാനും ഗൾഫിൽ പോയിട്ടില്ല. ഞാൻ ബോംബെയിൽ അതിൻ്റെ അധ്വാനം കണ്ടിട്ട് ഓനും പഠിച്ച് ഞാൻ എങ്ങനെയൊക്കെ ഓരോ മനുഷ്യരായിട്ട് പെരുമാറണം എന്നുള്ളത് അതും ഓൻ പഠിച്ച് ഇപ്പോൾ ഓൻ ഇവിടെ വന്നിട്ട് എപ്പോഴും ആളേക്കും. എൻ്റെ ജ്യേഷ്ഠനെ എങ്ങനെയൊക്കെയാണോ ഓരോ മനുഷ്യനായിട്ട് സംസാരിക്കണതും പെരുമാറുന്നതും ഓരോ ഓഫീസറുമായി കണ്ടെത്തണം. ഇന്ന് എനിക്ക് അവിടെ പോലീസും മുനിസിപ്പാലിറ്റിയും ക്രൈം ബ്രാഞ്ചിലും എനിക്ക് ബോംബെയിൽ നല്ല പിടിപാടുണ്ട്. അത് ഞാനെന്താ വെച്ചാൽ അവരെ തെങ്ങൊക്കെ പോയി കയറുന്നുണ്ട്. ഇതേ പിടിപാട് ഇന്ന് എൻ്റെ അനിയനക്ക് അള്ളാഹു കൊടുത്ത്. ഇന്ന് ഇവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ നല്ല പിടിപാടാണ്. ആർക്ക്? അക്ബറിന്. ഓൻ അവിടെ പോയിട്ടൊക്കെ പുല്ല് വെട്ടണതും അവിടെ ഓരോ മരങ്ങൾ മുറിക്കണ പരിപാടിയൊക്കെയും എൻ്റെ അക്ബർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. മറ്റുള്ളവൻ്റെ കുറേ പൈസ വാങ്ങി തിന്നിട്ട് അത് നക്കിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇത് വേണ്ടത്തേക്ക് നിങ്ങൾ 1 ഉറുപ്പ്യ തിന്നാൽ മതി മറ്റവൻ്റെ. ഞങ്ങൾ നശിക്കുക അവിടെ.
പല രോഗങ്ങളും നമ്മളെ ശരീരത്തേക്ക് കടന്നു വരും, പിടിച്ചാൽ കിട്ടാത്ത രോഗങ്ങൾ കടന്നു വരും. അവസാനം പ്ലേറ്റിട്ട് നടക്കേണ്ട അവസ്ഥയിൽ കൂടെ വരിക. നമ്മൾ ഓരോരുത്തരോട് പറയണം നിങ്ങൾ 30 ലക്ഷം തരി, 40 ലക്ഷം തരി, 10 ലക്ഷം തരി, 5 ലക്ഷം. നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും, അത് എല്ലാവർക്കും വരും. നിങ്ങൾ പറയണ്ടപ്പോൾ ഞാൻ മുസാഹിബും കേട്ടാ, ഞാൻ നിങ്ങളെക്കാട്ടി ലോക ചെറ്റാണ്. ഞാൻ ലോകത്തോട് പറയണ്ടല്ലോ, ഞാൻ നിങ്ങളാരും എന്നെ ഇഷ്ടപ്പെടാൻ നിൽക്കണ്ട, എന്നെ ആരും എൻ്റെ അടുത്ത് ആരും വരും ചെയ്യണ്ട. നിങ്ങൾ ഇൻ്റർനെറ്റിൽ കൂടെ എന്നെ കണ്ട് ഇൻ്റർനെറ്റിൽ കൂടെ കാര്യങ്ങൾ പറഞ്ഞോളി. അല്ലാതെ ഞാൻ ഏതോ നല്ലൊരു മനുഷ്യനാണ് ഒരു മനുഷ്യനും. ഞാൻ ജനങ്ങളെ മുന്നിൽ നല്ലവനായി കാണാൻ ഞാൻ ആഗ്രഹിക്കണില്ല. ഏകനായ റബ്ബിൻ്റെ അടുത്തൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഞാൻ നല്ലവനായി കാണാൻ ആഗ്രഹിക്കണുള്ളൂ. കുറേ ജനങ്ങളെ മുന്നിൽ നല്ലവനായിട്ടും തലക്കെട്ട് കെട്ടിയിട്ടും പള്ളികൾക്ക് കടന്നിട്ടും ആ പരിപാടിക്ക് ഇന്നെ കിട്ടൂല. ഞാൻ പള്ളികൾക്ക് പോണതിനെ ഒരാളെ കാണുന്നില്ല. എനിക്കെന്തിനാ പള്ളികൾക്ക് പോണേ? ആ ജനങ്ങളെ കാണിച്ചിട്ടൊന്നും ഞാൻ പള്ളികൾക്ക് പോക്കില്ല. ഞാൻ ഇവിടെ നിസ്കരിക്കും. ഞാൻ റോട്ടുമ്പോൾ അലഞ്ഞ് തിരിഞ്ഞ് കിടന്ന ഒരാളാണ് ഞാൻ ലോകത്തോട് വിളിച്ച് പറയണ്ടേ. മഴ കൊണ്ടിട്ടും ചീഞ്ഞിട്ടും മറ്റതായിട്ടും എന്തെല്ലാം തരത്തിൽ കണ്ണി കണ്ട ഭക്ഷണങ്ങളൊക്കെ വാങ്ങി വാരി വെച്ച് തിന്നിന്ന ഒരാളാണ് ഞാൻ. എന്നാലും മറ്റുള്ളവനെ കക്കാനോ മറ്റുള്ളവനെ പിടിക്കാനോ ഒന്നും ഞാൻ പോക്കില്ല. നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ അടിച്ചിട്ടും കുത്തിട്ടൊക്കെ തട്ടിപ്പറിക്കായിരുന്നു ബോംബെയിൽ. എന്തെല്ലാം ജീവിതത്തിൽ കൂടെ കടന്നു പോകും. എന്നാലും ശരി, എൻ്റെ വാപ്പ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ ഉറുപ്പ് ആഗ്രഹിക്കാതെ പറ്റിച്ച് തിന്നരുത്, അധ്വാനിക്ക് നല്ലവനായി മാറ്. പട കുട്ടി ഈ കണ്ണി കണ്ടവനെ പൈസ കക്കാനും ചെയ്യരുത്. എല്ലാവരെയും ഒരുപോലെ കാണണം. ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനി എല്ലാ മതക്കാരെയും നീ ചേർത്ത് പിടിക്കണം ഒരു മാതാവ് ഒരു പിതാവ് എന്നോട് പറയണേ. അതുമായി ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും എനിക്ക് സ്ഥാനമാണ്. അല്ലാതെ ഞാൻ എപ്പോഴും പറയും ഞാൻ നല്ലവനല്ല, നിങ്ങൾ ആരും വേണ്ട. പക്ഷേ നിങ്ങൾ എല്ലാവരും നല്ല മനുഷ്യന്മാരായിട്ട് റബ്ബിൻ്റെ അടുത്തേക്ക് കടക്കാൻ നോക്കിക്കോളി. അള്ളാൻ്റെ അടുത്തേക്ക് നല്ലവനായിട്ട് അല്ല ജനങ്ങളെ മുന്നിൽ നല്ലവനായി കണ്ടാൽ പടച്ചോൻ്റെ മുന്നിൽ അവസാനങ്ങൾ തോറ്റുപോകും. പടച്ചോൻ പറയുന്നത് അറിയോ, എടാ ജനങ്ങളെ മുന്നിൽ എല്ലാം നല്ലവനായി കണ്ട് ഇപ്പോൾ എൻ്റെ മുന്നിലോ എന്താണ്? അപ്പം നിങ്ങൾ വീട്ടിൻ്റെ അകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുക. എന്നിട്ട് പുറത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ അസ്സലാമു അലൈക്കും, നല്ല മനുഷ്യനാണ്, കെട്ടിപ്പിടിച്ചോളി, ഉമ്മ തന്നോളി. എന്നിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് വന്ന പെണ്ണുങ്ങളായിട്ടും പറമ്പിൻ്റെ അമ്മ സ്വത്തിൻ്റെ അമ്മ ഇതൊക്കെ നാളെ റബ്ബിൻ്റെ മുന്നിൽ കണക്ക് കൊടുക്കേണ്ടി ഞാൻ പറയാൻ നിന്നത്. അപ്പം നല്ല നിങ്ങളോട് എല്ലാവരോടും പറയുന്നുണ്ട് കേട്ടോ, തെറ്റ് ചെയ്യാതെ ജീവിച്ചോളി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താ അറിയോ, ഈ ദുനിയാവിൽ അള്ളാനെയും റസൂലിനെയും കാണാത്തതിൻ്റെ പേരിൽ പല തെറ്റുകളും ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങളിവിടെ തെറ്റ് ചെയ്താൽ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയും. എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങളാണ് ഖുർആനെടുത്ത് ഓതിയത്. ഖുർആനെടുത്ത് ഓതിയാൽ പിന്നെ വേറൊരു കാര്യം കൂടി പറയേണ്ടത് എന്താ അറിയോ, അക്ബറിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു 10 സെൻറ്റ് സ്ഥലം 5 സെൻറ്റ് സ്ഥലം ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ എവിടെയെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അക്ബറിൻ്റെ നമ്പർ ഞാൻ കൊടുത്തു തരുന്നുണ്ട്. ഓനെ ബന്ധപ്പെട്ടോളി. ഓന് നിങ്ങൾക്ക് ചെറിയ റേറ്റിനൊക്കെ സംഭവം കുറയും. ഓൻ നല്ലൊരു ചെക്കനാണ്. എന്നെ പോലത്തെ ഒരു മനസ്സാണ് ഓനക്ക്. നിങ്ങളുടെ അടുത്ത് കണ്ടമാനം പൈസ വാങ്ങി പിടിക്കൊന്നും ഓൻ ചെയ്യൂല. നിങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലം 5 സെൻറ്റ് സ്ഥലം ഒരു വീട് വെക്കാൻ ഓനെ പല സ്റ്റേറ്റിലും പുല്ല് കെട്ടാൻ പോണതാണ്. പലരും ഓനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഓന് ഒരു വീട്ടിലേക്ക് ചെന്നാൽ ഓനെ തന്നെ വിളിക്കുള്ളൂ. അത് ഓനെ ഇഷ്ടമാണ്. അങ്ങനെ എന്നെ കണ്ട് പഠിച്ചവനാണ്. നിങ്ങളും ഇതേമാതിരി ഏതെങ്കിലും ഒരു മനുഷ്യന്മാരെ ഇൻ്റർനെറ്റിലൂടെ കണ്ടിട്ട് നിങ്ങളും പഠിക്കുക. നല്ല ജനങ്ങളുമായി സഹകരിക്കുന്ന നല്ല എല്ലാം മറ്റവൻ്റെ കുറേ വാങ്ങി തിന്നണം എന്നുള്ള നെയ്യത്ത് വെച്ചിട്ട് നടക്കരുത് കേട്ടോ. അത് പഠിച്ചവനക്ക് ഇഷ്ടമല്ലേ. നിങ്ങൾ അധ്വാനിച്ചോളി. നിങ്ങൾ ഇറ്റ് വീണ വേർപ്പ് അതിൽ നിന്നിട്ട് നിങ്ങൾ കൊടുക്കുകയും ആരെങ്കിലും പ്രയാസപ്പെടുമ്പോൾ അവരെ സഹായിക്കുക. അങ്ങനെ നല്ല സഹായങ്ങൾ ചെയ്തൊക്കെയാണ് നമുക്ക് പഠിച്ചവന് നമ്മളെ ഹൃദയം നന്നാക്കുക. സ്റ്റോറേജ്, സ്പീക്കർ, ക്യാമറ, മെമ്മറി, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അള്ള തന്നിട്ടുണ്ടെങ്കിൽ അതുമാതിരി നല്ലപോലെ പൊരുത്തപ്പെട്ട് പോയാൽ മതി. അനിയന് നിങ്ങൾക്ക് വീടൊക്കാൻ ഇപ്പോഴും പറയുന്നുണ്ട്. വീടൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരികയെന്നുണ്ടെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലം 5 സെൻറ്റ് സ്ഥലം എന്നുണ്ടെങ്കിൽ അവൻ്റെ നമ്പർ ഞാൻ തരാം. ഓനക്ക് വിളിച്ചാൽ മതി. അക്ബറെ എൻ്റെ ഏട്ടൻ യൂട്യൂബിൽ നമ്പർ ഇട്ടതാണ്, മാനിക്കാക്ക. അപ്പോൾ എന്നെ ഇങ്ങനെ ഈ മലപ്പുറം ജില്ല ഈ ഭാഗത്തൊക്കെ ഓൻ പല സ്റ്റേറ്റിലേക്കും പോക്കുന്നുണ്ട്. ഓന് പലതും കോൺക്രീറ്റ് പൊട്ടിക്കണത് ഓൻ എടുക്കാത്ത പണികളൊന്നും ഇല്ല. ഓൻ്റെ ആൾക്കാരൊക്കെ ഓൻ നല്ല ഇതാണ്. ഓനക്ക് ഒരുപാട് 2-4 പണിക്കാരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 5 പണിക്കാർ, 6 പണിക്കാർ, 2 പണിക്കാർ, 1 പണിക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓന് നിങ്ങൾക്ക് നല്ല വില കുറച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും. ഓനക്ക് എന്തെങ്കിലും പാവം കൊടുത്താൽ മതി. കാരണം ഓനെ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കണമല്ല. ഓൻ നിങ്ങളെ മാതിരി ഇങ്ങനെ ഒരു കമ്മീഷൻ കിട്ടണം എന്നുള്ളത് അതൊന്നും ഓൻ ചെയ്യൂല. കാരണം ഓൻ എൻ്റെ അടുത്ത് കുറേ പഠിച്ചു വളർന്ന കുട്ടിയാണ്. അപ്പോൾ ഓൻ്റെ നമ്പർ ഞാൻ തരാം. ഓക്കെ, ഓൻ്റെ നമ്പർ തട്ടാ 82 914 273 97. ഓൻ്റെ പേര് അക്ബർ അലി എന്നാണ്. അക്ബറിന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആ നമ്പറിൽ ഓനായിട്ട് ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ഓനെ ഉച്ചക്കൊന്നും ഓനെ വിളിക്കണ്ട. കാരണം ഓൻ പണി കഴിഞ്ഞ് വന്ന ക്ഷീണം കൊണ്ട് കിടന്ന് ഉറങ്ങണതാണ്. അപ്പോൾ ആ സമയത്തൊന്നും ഓനെ ബുദ്ധിമുട്ടിക്കണ്ട. വൈകുന്നേരം ഒരു മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളി.
രാവിലെ ഒന്ന് ഓനെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കരുത്. കാരണം എന്താ പറയുക, ഓനെ പല സ്റ്റേറ്റിൽ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കണതാണ്. അപ്പോൾ ഓനക്ക് പല കോളുകൾ, അതുപോലെ എനിക്ക് നിങ്ങൾ ആരും വിളിക്കരുത് കേട്ടോ, പടച്ചോന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ പോലത്തെ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഇന്നെ അങ്ങനെ വിടാതെ വിളിച്ചിട്ട് ഇന്നെ ശല്യപ്പെടുത്തുക, സംസുഖാനെ വിളിച്ച് ശല്യപ്പെടുത്തുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാനും സംസുഖൊക്കെ ഏതോ രാജ്യക്കാരെ, ഏതോ ഒരു മഹലിൽപ്പെട്ട ആൾ, നിങ്ങളും ഏതോ ഒരു മഹലിൽപ്പെട്ട ആൾ. അപ്പോൾ ഇൻ്റർനെറ്റിൽ കൂടെ നിങ്ങൾ ഇന്നെ കണ്ട് ആ ഇൻ്റർനെറ്റിൽ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതിക്കോളെ. അല്ലാതെ എൻ്റെ നമ്പർ ചോദിക്കുക, ഞാനൊരു തങ്ങൾ, ഞാനൊരു മൊയിലേര്, ഞാനൊരു ഉസ്താദ് ഒന്നുമല്ല. അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അല്ലാതെ ഞാൻ നിങ്ങളെ നേരാക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന നേരാക്കിയാണെന്ന് ഇന്നത്തെ കാലത്ത് ഏതൊരു മനുഷ്യൻ നേരാക്കിയാൽ സ്വന്തം ഉസ്താദ് പറഞ്ഞിട്ട് നേരാവണില്ല. ഞാൻ എപ്പോഴും പറയണതാണ്, പള്ളിയിലച്ഛനും സ്വാമിമാരും ഒന്നും പറഞ്ഞിട്ട് നമ്മൾ നേരായിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോലും നിങ്ങൾ നേരാവില്ല. കാരണം നമ്മൾ ആരും അള്ളാഹി റസൂലിനെ കണ്ടിട്ടില്ല. അള്ളാഹി റസൂലിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ നേരാവുക? കാരണം റബ്ബ് കടന്നു വരുമ്പോഴല്ലേ, അള്ളാഹ് ഇത്രയും വലിയ റബ്ബാണെന്നുള്ളത് ഭയപ്പെടുമ്പോഴല്ലേ നമ്മൾ തെറ്റിൽ നിന്നിട്ട് അകന്നു മാറുള്ളൂ. അള്ളാഹിനെയും കണ്ടിട്ടില്ല, ദൈവത്തെ കണ്ടിട്ട്, ജന്തുക്കളായാലും ശരി, അവർ ആരാധിക്കണ ദൈവം, അവർ ആന, സിംഹം, ഒട്ടകതൊക്കെ ജീവനുള്ളത് കാണുന്നല്ലാതെ ശരിക്കും ഞാനാണ് ദൈവം എന്ന് പറഞ്ഞിട്ടൊരു ദൈവം കടന്നു വന്നിട്ടില്ലല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളൊക്കെ ഭയപ്പെടും. ഞാൻ ഈ തെറ്റ് ചെയ്യൂല, ഞാൻ നല്ലവനായി ജീവിച്ചോളാന്ന്. പക്ഷെ എന്താണ്, റബ്ബിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂലിനെയും കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ തെറ്റിലേക്ക് പോകും. കാരണം നമുക്ക് പേടിക്കാൻ അറിയില്ല. നമ്മൾ ഇങ്ങോട്ട് നോക്കിയാലും നമുക്കൊന്നുമില്ല, ഒക്കെ നമ്മളിത് പിടിച്ചടക്കാൻ നമ്മളടുത്ത് കഴിവുണ്ട്, പൈസ ഉള്ളവനാണ്, കോടികളുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാം ഉണ്ടാവും, കൂടെ പുറപ്പുകളൊക്കെ ഉണ്ടാവും. കാരണം എന്താണ്, പണത്തിൻ്റെ കെട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടാവും, ഇല്ലെങ്കിലോ ആരും ഉണ്ടാവില്ല. അപ്പം എന്തായി, നമ്മളെ ഹൃദയം വേദനിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സ്വയം നേരാവാൻ തോന്നും. ഒന്നും ഇല്ലാത്തവനുണ്ടല്ലോ, ഓനിങ്ങനെ അള്ളാഹിനെ അങ്ങനെ ഭയക്കും. കാരണം എന്താണ്, ഓൻ്റെ കൂടെ ഒരാളില്ല. അപ്പോൾ ഇങ്ങനെ പടച്ചോനുമായി അടുക്കും. കണ്ടമാനം പണമുള്ളപ്പോൾ എന്തായി, ഓനക്ക് എല്ലാത്തിനും തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഓനിങ്ങനെ വളരെ അപൂർവ ആൾക്കാർ പടച്ചോനുമായിട്ട് ഉണ്ടാവും. ചിലരൊക്കെ ഇങ്ങനെ എന്തിനും ഏതിനും കള്ളും കഞ്ചാവും ചരിച്ചിനൊക്കെ വിൽക്കണമായിട്ട് പണമുണ്ട്, വാപ്പുണ്ടാക്കി തന്ന സമ്പത്തൊക്കെ ഉണ്ട് മക്കൾക്ക് സ്വർഗം കാണാൻ. അത് ഇവിടെ പടച്ചോൻ്റെ അടുത്ത് നിങ്ങൾ ഈ പള്ളിക്കൽക്കൊക്കെ പോയിട്ട് ഇത് ചെയ്യണ്ടല്ലോ, വെള്ളിയാഴ്ച ദിവസം കബറിങ്ങ പോയിട്ട് ദുആ ചെയ്യുന്നുണ്ടല്ലോ, അത് വെള്ളിയാഴ്ച മാത്രം ആക്കണ്ട. നിങ്ങളോട് പറയാണ്, ദിവസം പറ്റുമെങ്കിൽ ഒന്ന് പോയി ചെയ്തോളി. കാരണം രാത്രി ഏതായാലും പറ്റൂല. ഒന്ന് അസറിൻ്റെ സമയത്ത് നിങ്ങൾ പോവുക, ഒന്ന് ഒരു ഫാത്തിഹ ഓതിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു നിങ്ങൾക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അസറിൻ്റെ സമയത്ത്, ലോഹറിൻ്റെ സമയത്ത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഉപ്പിമ്മയല്ലേ മരിച്ചു എടുക്കണത്. പിന്നെ 5 സമയം കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ടൊന്ന് പറയാം. അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം, ഞാൻ പിന്നെ പറയണ്ട് എങ്ങനെ പറയേണ്ടതെന്നുള്ളത്. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തോളി, എന്നിട്ട് അതേമാതിരി പറഞ്ഞോണ്ടി. അല്ലെങ്കിൽ ആ വാപ്പിമ്മി അവിടെ കബറിങ്ങൊക്കെ ഇടുന്നിട്ട് ഇടങ്ങറാവണ വേദന നിങ്ങൾ ആരും അറിയണില്ല. നിങ്ങളെ മക്കൾ മരിച്ചു പോയാൽ അവിടുത്തെ വേദന എന്താ, അവിടുത്തെ കഷ്ടപ്പാട് എന്താണെന്ന് നിങ്ങൾ അറിയണില്ലല്ലോ. നിങ്ങൾ വെള്ളിയാഴ്ച മാത്രം പോയിട്ടാണ് ഒന്ന് ദുആ ചെയ്യണത്. നിങ്ങൾ ചെല്ലുമ്പോണ്ടല്ലോ ആ ഉപ്പിമ്മയും വേദന അപ്പം മാറി കിട്ടുകയാണ്. പിന്നെ നിങ്ങളോട് കിടക്കുമ്പോണ്ടല്ലോ ആ കബർ വന്നിട്ട് ഇടിയാണ്. അപ്പോൾ ഈ ദിവസം ഒന്ന് പോയിക്കോളി, ആ കബറിങ്ങ പോയിട്ടൊക്കെ ഒന്ന് പറയേണ്ട രീതികളൊക്കെ ഒന്ന് പറയാണ്ട്. ഞാൻ പിന്നെ പറയണ്ട കേട്ടോ, ഇപ്പോൾ പറ്റില്ല. ഞാൻ ഒന്നുണ്ട് ലെവലായി ഞാൻ വരാണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ ചെയ്തോളി. ഞാൻ ആരല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു ഭ്രാന്തനായിട്ടുണ്ട് കണ്ടാൽ മതി. അതിന് പൈസക്കൊന്നും ചിലവില്ല കേട്ടോ, ഭ്രാന്തനായി കണ്ടാൽ മതി. കാരണം ഞാൻ സ്വമനില നെറ്റിയടക്കാൻ, ഞാൻ ഗുളിക കുടിക്കാൻ മാനസിക രോഗിയാന്ന് ഞാൻ പറയണ്ടേ. അല്ലാതെ നിങ്ങളെ കുറേ പൈസക്ക് വേണ്ടിയിട്ടോ നിങ്ങളതിന് പിന്നാലെ നടക്കുന്ന ഒരാളല്ല. ഞങ്ങളെ ഒരു റുപ്യ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇൻ്റർനെറ്റിൽ കൂടെ ഏഷ്യനെറ്റ്, 24 മനോരമയിലൊക്കെ വന്ന ഒരാളാണ്. അല്ല അവിടെയും പറഞ്ഞിട്ടുണ്ട്, ഈ ശരീരത്തിൽ ഒരാളെ ഉറപ്പില്ലാന്ന്. എന്നെ കാണാൻ വരരുത്, എന്നെ വിളിക്കരുത്, പടച്ചോനെ വിചാരിച്ചിട്ടാണ് പറഞ്ഞിട്ട്. ഞാൻ ഇങ്ങനെ സമനില തെറ്റിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിൽ നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് പടച്ചോനുമായിട്ടാണ് പോയിക്കോളി. ഇല്ലെങ്കിൽ പടച്ചോൻ അള്ളാഹിൻ്റെ അടുത്ത് കടന്നു ചെന്നാൽ അള്ളാഹ് ഒരു ചോദ്യം ചോദിക്കും തരോ. ഇങ്ങനെ ഒരു ചെക്കൻ്റെ പേര് മുഹമ്മദ് റാഫിയാണ്. 3 പേരുണ്ട്, മുഹമ്മദ് റാഫി, മാനു എന്നുണ്ട്. എന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മുഹമ്മദ് എന്ന് വിളിക്കാം. അതുപോലെ ഭാര്യ വീട്ടുകാർക്ക് എന്നെ റാഫി എന്നും വിളിക്കാം. ഞാൻ ചെറ്റത്രം ചെയ്താൽ റാഫി, ഭാര്യ വീട്ടുകാർ മാനു എന്നും വിളിക്കലുണ്ട്. അപ്പോൾ അത് അവർക്ക് രണ്ടും വിളിക്കാം. പിന്നെ നല്ല മനുഷ്യന്മാർ എന്നെ ഇഷ്ടപ്പെടുന്നവർ മുഹമ്മദ് എന്ന് വിളിച്ചോളി, കാരണം അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരാണ്. പിന്നെ ഞാനിങ്ങനെയൊക്കെ നിങ്ങൾ നാളെ റബ്ബിൻ്റെ അടുത്ത് കിടക്കൂലേ, ആ കിടക്കണ സമയത്ത് അവിടെ ചോദ്യങ്ങൾ പലതും കടന്നു വരുമെന്ന് പറഞ്ഞില്ല. ഞാൻ പറയാൻ തന്നെ അവിടെ പറയും.
നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഉസ്താദിൻ്റെ ഖുറാനിലെ ഉസ്താദ് പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ടായി നിങ്ങൾ പഠിച്ചോന്ന് ചോദിച്ചു. ആരെ പഠിച്ചത്, ആരെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന്. അപ്പോൾ പറഞ്ഞത് ഞാനാണ്. എന്നിട്ട് നല്ല വഴിക്ക് കൂടെ പോയിരുന്നോ ചോദിക്കും. ഇല്ല. അവർക്ക് ചോദ്യം വരും. അവസാനം ഒന്നും അറിയാത്തൊരു വിനീതൻ കടന്നു വന്ന് ഇൻ്റർനെറ്റിൽ കൂടെ നിങ്ങൾക്കിതാ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്ന മോൻ്റെ വാക്കു ആരാണ് കേട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കേട്ടിരുന്നേ, പക്ഷെ ആ പഹൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അവന് ഭ്രാന്തനോട് പറഞ്ഞാൽ മതി, എനിക്ക് സ്വർഗ്ഗം കണ്ട് തന്നാളി, അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് സ്വർഗ്ഗം ഇറച്ചിയും പത്തിരും. കാരണം ഞാനും കൂടി കടന്നു വന്നിട്ട് ഇൻ്റർനെറ്റിൽ കൂടെ ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും നേരായിട്ടില്ല. പിന്നെ ഇനി പറിച്ചോടത്ത് പോയിട്ട് നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടും. ഒന്നര മക്കളെ നല്ലപോലെ പോയിക്കോളും. ഞാൻ എൻ്റെ കാര്യങ്ങൾ വിട്ടു. ഞാൻ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ആളാണ്. എന്നെ പറ്റിയിട്ട് നിങ്ങൾ എന്തെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ അതിൻ്റെ മനസ്സിൽ കിടക്കും. ഉറപ്പാണ്. നിങ്ങൾ വേണ്ടാത്തത് ആരെങ്കിലും അങ്ങോട്ട് കൊണ്ട് പറഞ്ഞാൽ മാനുവിന് ഭ്രാന്താണ്, മാനുവിന് ഭ്രാന്താണ്. എന്താണ് ഞാൻ വെക്കണ് പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടെ മറന്നു. അപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ അവിടെ നിന്ന് ശീ രണ്ട് എന്തോന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു. അപ്പോൾ ഞാനിത് എന്താ പറയുക, എൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ സെക്കൻഡ് പ്രകാരം എന്തോ പറയുന്നത്, സെക്കൻഡ് പ്രകാരം മറക്കുകയാണ്. എൻ്റെ അവസ്ഥ ഇതാണ്. ഞാൻ അങ്ങനെയൊക്കെ പറയേണ്ടത് സെക്കൻഡ് പ്രകാരം. നിങ്ങളൊക്കെ വെച്ചാൽ മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് 10 മിനിറ്റെങ്കിലും പിടിച്ചിക്കാനുള്ള കഴിവുണ്ടാവും. എനിക്ക് അതില്ല. ഞാൻ എന്തോ പറയണത് എന്തോ പോയാൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ വീഡിയോ വെച്ചില്ല, കഴിഞ്ഞ്. ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പം ഇങ്ങനെ ഇതുകൊണ്ട് ഇനിയിപ്പോൾ നിസ്കരിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പറയാൻ നിന്നാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ആരാണ് ശരീരത്തേക്ക് വരുന്നത്, ആരാണ് പോകണമെന്ന് എനിക്കൊന്നും അറിയില്ല. അല്ലാതെ ഞാൻ ഒന്നുമില്ല, ഒരു മലക്കോ കിലക്കോ ഒന്നും എനിക്കില്ല. നിങ്ങളെ വഴി തിരഞ്ഞെടുത്തിട്ട് നല്ലപോലെ പോയിക്കോളി പൊന്നാര മക്കളെ. നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇനി വരും. എനിക്ക് സമനില തെറ്റുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അസ്സലാമു അലൈക്കും.